ഹലോ, എല്ലാവർക്കും നമസ്കാരം. കറീസ് ക്രാഫ്റ്റ് ആൻഡ് ക്യൂരിയസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു ഗോതമ്പ് പൊടി കൊണ്ട് നൂഡിൽസ് ഉണ്ടാക്കാം. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച ഗോതമ്പ് പൊടിയാണിത്. അതുകൊണ്ട് നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പം അതിൻ്റെ കൂടെ ബെൽ ഐക്കൺ വരും. അതൊന്ന് പ്രസ് ചെയ്യുമ്പം ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോകാമേ. ഞാനിവിടെ കുറച്ച് ഗോതമ്പ് പൊടി, അളവൊന്നും പ്രത്യേകിച്ച് പറഞ്ഞാൽ ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി നനച്ച് വെച്ചിട്ടുണ്ട്. ഇതിനൊന്നും പ്രത്യേകിച്ച് അളവ് പറയാനില്ല. നൂഡിൽസൊക്കെ ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് അളവ് പറയാനില്ല. പിന്നെ നൂഡിൽസ് ഇത് ഉണ്ടാക്കാൻ അത്ര ഈസി ആയിട്ടുള്ള സാധനമൊന്നുമല്ല. എല്ലാവരും പറയും ഈസി ആയിട്ടുള്ള വല്ലതൊക്കെ നല്ല ഒക്കത്തുള്ളൂ എന്ന്. നമുക്ക് എപ്പോഴും ഈസി ആയിട്ടുള്ള തന്നെ ഇടാനൊക്കത്തില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയെങ്കിലേ വരത്തുള്ളൂ. എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാൻ അത്ര ഈസി ഒന്നുമല്ല. അപ്പോൾ ഇത് നമുക്ക് നൂഡിൽസ് ആക്കണമെങ്കിൽ ഇച്ചിരി ജോലിയുണ്ട്. ചെയ്ത് നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന പോലെ സേവനാഴിക്കകത്തിൽ കൂടെ പിഴിഞ്ഞെടുക്കണം ഇതിനെ. അപ്പോൾ അതിനായിട്ട് ഞാൻ സേവനാഴി എടുത്തിവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ മാവ് കുഴച്ചിട്ട് 10-15 മിനിറ്റായി. അത് മാവ് കുഴയ്ക്കുന്നൊന്നും കാണിക്കേണ്ടതെന്ന് വെച്ചാൽ 10-15 മിനിറ്റായി. നല്ലപോലെ നല്ല ചപ്പാത്തി പരുവത്തിൽ മാവ് കുഴച്ചാൽ പച്ചവെള്ളത്തിൽ തന്നെയാണ് മാവ് കുഴച്ചേക്കുന്നത്. നമ്മൾ വാങ്ങിക്കുന്ന ഗോതമ്പൊടി, റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പൊടി ഉണ്ട്, അത് നല്ലതാണ് കേട്ടോ. ഇതുപോലെ വീട്ടിൽ തന്നെ പൊടിക്കുന്ന ഗോതമ്പൊടിയാണിത്. ഇനി അതുകൊണ്ട് ഒക്കെ ഉണ്ടാക്കി കാണിച്ചു തരാം. ആദ്യം ഇതൊന്നിനകത്ത് സേവനാഴിക്കകത്തിട്ടുണ്ടല്ലോ. സേവനാഴിയുടെ ചെറിയ ചില്ലാണ്, തീരെ ചെറുതല്ല, അതിൻ്റെ വലിയത് ചില്ലാണ് ഞാൻ ഇട്ടേക്കുന്നത്. തീരെ ചെറുതാകുമ്പോൾ ഇറക്കി വെക്കാൻ പ്രയാസമായിരിക്കും. നമ്മൾ അരിപ്പൊടിയൊക്കെ ഇറക്കുന്ന പോലെ, ഇടിയപ്പത്തിന് ഇറക്കുന്ന പോലെ ഇത് ഇറക്കാനൊക്കത്തില്ല. ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇതിന് ചെറിയ പശപ്പുള്ളതുകൊണ്ട് ബുദ്ധിമുട്ട് വരും. നമുക്ക് ആദ്യം നോക്കാം എങ്ങനെയാണെന്നുള്ള കാണിച്ചു തരാം ഞെക്കി ഇറക്കുന്നത്. ഇതുപോലെ കാണാമല്ലോ അല്ലേ? ഇതല്ലേ, ഇതുപോലെ നമുക്ക് ഉണ്ട്. ഇതുപോലെ നമുക്ക് ഞെക്കി ഇറക്കാം. ഇച്ചിരി ബുദ്ധിമുട്ടാണ്. മറ്റേ അരിപ്പൊടിയുടെ അത്ര ഈസി അല്ല, ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ഞെക്കി ഇറക്കണം. അപ്പോൾ ഇനി അത് എങ്ങനെയാണ് ഞെക്കി ഇറക്കുന്നത്, എങ്ങനെ വേണമെന്നുള്ളത് ഞാൻ ഇനിയും കാണിച്ചു തരാം. നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി പിന്നെ ചെയ്യേണ്ടത്, ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്കൊരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നെയ്യോ ഏതായാലും മതി. ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. എന്താണെന്നറിയാം, നമ്മളിത് ഒഴിക്കുമ്പം തമ്മിൽ ഒട്ടിപ്പോകാതിരിക്കാനാണ്. ഒട്ടത്തില്ല, എന്നാലും ഒട്ടിപ്പോകാതിരിക്കാൻ കണക്കാക്കി വെച്ചതേ ഉള്ളൂ. വെള്ളത്തിനകത്ത് ഉപ്പ് ഒന്നും ഇടത്തില്ല, കാരണം നമ്മൾ ഉപ്പ് മാവിനകത്തിട്ട് ഉണ്ടാക്കി കുഴച്ചതായിരുന്നു. ഉപ്പിനകത്ത് ഇടുന്നില്ല. നമുക്ക് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്കിത് ഇതുപോലെ ഞെക്കി ഇറക്കണം. അത് ഒട്ടിപ്പോത്തുന്നില്ല. നമ്മൾ എണ്ണയ്ക്കകത്തിൽ മുറുക്കിനും ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ കിടക്കും. ഇതുപോലെ ഇങ്ങനെ അതിനകത്ത് കിടന്ന് വേവും. ഒരു 5 മിനിറ്റിനകത്ത് ഇട്ടൊന്ന് വേവിക്കണം. ആ മാവിനെ മാവ് 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ. 10 മിനിറ്റ് കൂടുതൽ ഇട്ടരുത്, 5 മിനിറ്റ് മതി ഇത് വെന്ത് വരെ. എളുപ്പം അങ്ങ് വേവും. വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എളുപ്പം അങ്ങ് വേവും. നമ്മൾ നൂഡിൽസ് വീഴുന്ന വീടുന്നുണ്ട് ഇത്. ഇതുണ്ട് നമ്മൾ നൂഡിൽസ്. അത് ഇതിനൊക്കെ തന്നെ നമുക്ക് വെള്ളം തീ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. 5 മിനിറ്റ് ഒന്ന് നല്ലപോലെ വെന്ത് വരണം ഇതിനകത്ത് കിടന്നിട്ട്. നമുക്ക് ഇതിനകത്തിൽ വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞപ്പൊടി ചേർക്കാം. നിറം വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളും ഇച്ചിരി ഒരു പിഞ്ച് മഞ്ഞപ്പൊടി ചേർക്കാമെങ്കിൽ ഈ നിറം മാറിയിട്ട് മഞ്ഞ നിറമാകും. നമുക്ക് ഓപ്ഷണലാണ്. ഞാൻ ഇച്ചിരി മഞ്ഞപ്പൊടി ചേർക്കാമേ. ഒരു കുറച്ച് ചേർത്താൽ വെള്ളത്തിന് നിറം വരും. അപ്പം പിന്നെ ബാക്കി ഇടുന്നതിനും ആ നിറം വന്നോളൂ. ഇതൊക്കെ മെനക്കേടാന്ന് പറയുന്നവർ ഉണ്ട്. ഇത് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴച്ച് പരത്തി ചുട്ട് ഞാൻ കൂട്ടാനും ഉണ്ടാക്കി ഒക്കെ വരുമ്പം ഇതുമെല്ലാം വലിയ സമയം കുറവൊന്നും വ്യത്യാസമൊന്നും വരത്തില്ല. പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പിള്ളേർക്കൊക്കെ ഇഷ്ടമായിരിക്കും. നമ്മൾ വെളിയിൽ നിന്നൊക്കെ വാങ്ങിച്ച് ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ല വീട്ടിൽ തന്നെ നൂഡിൽസ് ഉണ്ടാക്കുന്നത് പിള്ളേർക്കൊക്കെ ഇഷ്ടമായിരിക്കും. ഇപ്പം നല്ലപോലെ തിളച്ചു, തമ്മിൽ ഒട്ടത്തില്ല. നമ്മൾ ഇട്ട പോലെ പരുവത്തിൽ കിടപ്പുണ്ടത്.
ഇനി നല്ലപോലെ ഒരു 5 മിനിറ്റ് കൊണ്ട് നല്ലപോലെ വെന്ത് കിട്ടും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ നൂഡിൽസ് എല്ലാം ഉണ്ട് വെന്ത് നല്ല പരുവത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എൻ്റെ പച്ചവെള്ളം എടുത്തിട്ടുണ്ട്. എൻ്റെ പാത്രത്തിൽ നല്ല പച്ചവെള്ളം എടുത്തേക്കുന്നത്, അതിനകത്തേക്ക് ഇതിനെ മാറ്റാം. പശ ഉണ്ടെങ്കിൽ അങ്ങ് പോകാൻ കണക്കാക്കിയാണ് ഈ പച്ചവെള്ളത്തോട്ട് മാറ്റുന്നത്. ഒരു 2-3 മിനിറ്റ് പച്ചവെള്ളത്തിൽ ഇട്ടേക്കണം. ഇനി ചെറിയ മഞ്ഞ നിറമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളതെല്ലാം കോരി എൻ്റെ പാത്രത്തിനകത്താക്കിയിട്ടുണ്ട്. ഇനി ഞാൻ അടുത്തതോടെ ഇതിന് ഞെക്കി ഇറക്കട്ടെ. നമുക്ക് അതുപോലെ ഈ മാവെല്ലാം ഞെക്കി ഇറക്കി ഇതുപോലെ ആക്കി എടുക്കണം. തിളച്ച വെടുത്ത് ഇട്ടാലല്ലോ കയ്യിൽ ആവി അടിക്കാണ്ട് ഞാൻ തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടേക്കുന്നത്. ഞാനിപ്പോൾ തന്നെ രണ്ടാമത്തെ ഇതിലും ഞെക്കി ഇറക്കിയിട്ടുണ്ട്. ഇനി നമുക്കതിനെ അതുപോലെ വേവിച്ചെടുക്കാം. അതുപോലെ ഈ മാവ് മൊത്തം ഇതുപോലെ നമുക്ക് വേവിച്ചെടുത്തോണ്ട് വരാം. നമ്മൾ എന്താ പച്ചവെള്ളത്തിലിട്ട് വെച്ചിരുന്ന നൂഡിൽസ് എല്ലാം ഈ പരുവത്തിലായിരുന്നു. ഇനി നമുക്കതിനെ ഡ്രെയിൻ ചെയ്തെടുക്കണം. മൊത്തത്തിന് ഡ്രെയിൻ ചെയ്തെടുക്കണം. അതിന് ഞാനൊരു പാത്രത്തിലേക്ക് ഡ്രെയിൻ ചെയ്യാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ഒട്ടും തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ഇട്ടിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, കണ്ടത് മൊത്തം ഇങ്ങനെ നമുക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കതിന് നല്ലപോലെ വെള്ളം ഇതിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ വെള്ളം ഒന്ന് വലിഞ്ഞ് കിട്ടും, നല്ലപോലെ ഡ്രെയിനായി കിട്ടും. പിന്നെ നമുക്ക് ബാക്കി എല്ലാ മാവും ഇതുപോലെ ആക്കി എടുത്തുകൊണ്ട് വരാം. ഞാനിത് ഞെക്കി ഇറക്കുമ്പോൾ ഇതിൻ്റെ കിഴുത്തയുടെ കാര്യമല്ല, ഇത് തീരെ കുഞ്ഞ് കിഴുത്ത കേട്ടോ. ഇതേ കൂടെ നമ്മൾ ഞെക്കി ഇറക്കിയാൽ ഭയങ്കര പാടാണ് ഞെക്കി ഇറക്കാൻ. അത് തന്നെയല്ല നൂഡിൽസിൻ്റെ ആ ഒരു ഇത് വരുത്തുമില്ല. ഇത് കുറച്ച് വലിയ കിഴുത്തയാണ്, എളുപ്പം ഞെക്കി ഇറക്കാം. പക്ഷേ അത് ഭയങ്കര കനമായിട്ടിരിക്കും. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് രണ്ടും അല്ലാതെ ഇതിന് രണ്ടെങ്കിൽ ഇടയ്ക്കുള്ള പരുവത്തുള്ള ഇതാണ് നമുക്ക് എപ്പോഴും നല്ലത്. ചില ഇടിയപ്പത്തിൻ്റെ അച്ചിനകത്തിൽ ഈ ചെറുത് കാണത്തില്ല, രണ്ടാമത്തെ മാത്രം ഇട്ടെങ്കിൽ അതിട്ട് ചെയ്യാം. തീരെ കുഞ്ഞതാണെങ്കിൽ അതിൻ്റെ വലുതിട്ട് ചെയ്യാവുള്ളൂ. ഇപ്പം നമ്മുടെ നൂഡിൽസ് എല്ലാം റെഡി ആയിരിപ്പുണ്ട്. ഇവിടെ ഗോതമ്പിൻ്റെ ഇത്രയും സാധനമുണ്ട്, എല്ലാം ഡ്രെയിൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിനി അതിൻ്റെ കൂടെ വേണ്ടുന്നത് ഒരു 2 വലിയ സവാള എടുത്തിട്ടുണ്ട്, ഒരു വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു 4 മുട്ട ഇത്ര എടുത്തിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് വെക്കാം. വെളിച്ചെണ്ണ ആയാലും നെയ്യായാലും കുഴപ്പമില്ല, ഞാൻ നെയ്യാണ് ഒഴിക്കുന്നത്. നമുക്ക് സവാളയും ഒക്കെ വഴറ്റി ക്യാരറ്റൊക്കെ ഒന്ന് വെന്ത് വരാൻ മാത്രം നെയ്യ് വേണം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യൊക്കെ ചൂടായി. ഇനി നമുക്ക് അതിനകത്തൊക്കെ സവാള ഇട്ട് കൊടുക്കാമേ. ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിരിക്കുന്ന സവാളയാണ്. കുറച്ച് ഉപ്പോട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ വെജിറ്റബിൾസിന് മാത്രം ഉപ്പിട്ട് കൊടുക്കണം. നൂഡിൽസ് ചേർത്ത് ഉപ്പ് കുറവാന്ന് തോന്നി അന്നേരം നമുക്ക് ഇച്ചിരി ചേർത്ത് കൊടുക്കാം. അത് മാവ് കുഴച്ചപ്പോൾ നമ്മൾ ഉപ്പിട്ടാണ് കുഴച്ചത്. പിന്നെ കുറവെന്ന് തോന്നി നമുക്ക് അവസാനം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സവാള നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാമേ. നല്ലപോലെ സോഫ്റ്റായി വരണം. നമ്മുടെ സവാളൊക്കെ സോഫ്റ്റായിട്ട് ചെറുതായിട്ട് നിറം മാറി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്കിനി ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഒന്ന് വേവണം. അപ്പോൾ ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം അതിനെ.
നെയ്ക്കകത്തങ്ങ് വെന്തോളൂ അത്. ഞാനിവിടെ മുട്ട ചേർക്കുന്നുണ്ട്, ക്യാരറ്റും സവാളയും മാത്രമേ ചേർക്കുന്നുള്ളേ. വേണമെന്നവർക്ക് ഗ്രീൻ പീസ്, ബീൻസ്, ക്യാപ്സിക്കം ഒക്കെ വേണമെങ്കിൽ അതിനകത്ത് ചേർക്കാവുന്നതാണ്. മുട്ട ചേർത്താലും അതും ചേർക്കാം. ഞാൻ അതും ചേർക്കുന്നില്ല. സവാളയും ക്യാരറ്റും മാത്രമേ മുട്ടയും കൂടെ ചേർക്കുന്നുള്ളൂ. നമ്മൾ ഇട്ടുന്ന ക്യാരറ്റെല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ആ ക്യാരറ്റിന് ഇങ്ങനെ സവാള ഇങ്ങനെ സൈഡിലേക്ക് ഒതുക്കി വെച്ചിട്ട് നമുക്ക് ആ മുട്ടയും കൂടെ അതിനകത്ത് പൊട്ടിച്ചൊഴിച്ച് ഒന്ന് റെഡിയാക്കി എടുക്കാം. മുട്ട അതിനകത്തോട്ടും സ്ക്രാമ്പിൾ ചെയ്തെടുക്കണേ. പിള്ളേരൊക്കെ കഴിക്കണ മുട്ട ഉള്ളത് ഇഷ്ടം. ഞാനിവിടെ താറാമുട്ട എടുത്തേക്കുന്നത്. നമുക്ക് 4 5 എടുക്കാം. ഞാൻ 4 എടുത്തിട്ടുള്ളൂ. ഞാൻ നല്ലപോലെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ ഉണ്ടാക്കുന്നത് പിള്ളേർക്കൊക്കെ വലിയ ഇഷ്ടമുള്ള സാധനമാണ്. അതിന് ഡിന്നറിനാണ് ഇത് ഉണ്ടാക്കുന്നത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വല്ല ഇത് ഉണ്ടാക്കാം. ഇവിടെ നൂഡിൽസിൻ്റെ അളവ് നോക്കിയിട്ട് അത് കണക്കാക്കി വേണം ഈ വെജിറ്റബിൾസും മുട്ടയും ഒക്കെ ചേർക്കാൻ. ചിക്കൻ ആണെങ്കിൽ അത് വേണമെങ്കിലും ചെറുതായിട്ട് വേവിച്ച് ചെറുതായിട്ട് പൊടിച്ച് വേണം ചേർക്കാതെ. വെളിയിൽ നിന്നൊക്കെ വാങ്ങിച്ച് ഉണ്ടാക്കി കൊടുക്കുന്നതിനേക്കാളും ആരോഗ്യത്തിനൊക്കെ നല്ല നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത്. ഇച്ചിരി മെനക്കെടാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉണ്ടാക്കാവുന്നൊരു കാര്യം. കുക്കിംഗ് ഇഷ്ടമുള്ളവരും ഇച്ചിരി മെനക്കെടാൻ സമയമുള്ളവരും ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കാം. നൂഡിൽസ് എല്ലാം മുട്ടയൊക്കെ വന്ന് വെന്ത് അതിനകത്തേക്ക് വേവിച്ച് വെച്ചിരുന്ന നൂഡിൽസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് കൂടെ ഉണ്ട് കേട്ടോ, ഇളക്കാൻ പാടായിരിക്കും. നോക്കട്ടെ. പാത്രം ചെറുതായിപ്പോയി. നമുക്ക് എല്ലാം കൂടെ ഇളക്കി മിക്സ് ചെയ്ത് വരാമേ. ഇപ്പം നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സമയം കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ കുക്കിംഗ് ഇഷ്ടമുള്ളവർക്ക് വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വല്ലപ്പോഴും ചേഞ്ചിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു വിഭവമാണ്. നമ്മൾ വെളിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാകുമ്പം പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ല എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് കഴിക്കാം. നമ്മൾ വീട്ടിൽ തന്നെ വാങ്ങിച്ച് എടുക്കുന്ന പൊടിച്ചെടുക്കുന്ന ഗോതമ്പ് പൊടി ഉണ്ടാക്കിയാണിത്. അല്ലാത്ത ഗോതമ്പ് പൊടിയും നമുക്ക് വെക്കും. അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കാനൊക്കെ ഒരു വിഭവമാണ്. പിന്നെ ഇതിലൂടെ കഴിക്കാൻ കൂട്ടാന്ന് പറഞ്ഞാൽ സോസ് മതി. എന്തെങ്കിലും സോസ്, ചില്ലി സോസോ ടൊമാറ്റോ സോസോ ഒക്കെ മതി. പിള്ളേർക്കാണെങ്കിൽ അവർക്ക് സോയാ സോസിനെ കൊടുക്കാൻ വലിയ ഇഷ്ടമാണ്. ഞാൻ നേരത്തെ അത് ഉണ്ടാക്കി കൊടുത്തുള്ളവർക്ക് ചിലർക്ക് സോയാ സോസാണ് കൂടുതൽ ഇഷ്ടം, പുളി കൂടുതൽ ഇഷ്ടമുള്ളവർക്ക്. അങ്ങനെ ഏതെങ്കിലും സോസ് കൂട്ടി കഴിച്ചാൽ അത് പ്രത്യേകിച്ച് കൂട്ടാനുകളൊന്നും അതിന് ആവശ്യം വരുന്നില്ല. അപ്പം ഒക്കുന്നവരൊക്കെ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടേക്കണേ. ഇനി ഒരു വീഡിയോ ഉണ്ട്. കാണുന്നതിന് വരേക്കും ബൈ.